കറണ്ട് അഫയേഴ്സ് ഓഗസ്റ്റ് 2026. ഇന്ത്യയുടെ ആദ്യത്തെ ബ്രാൻഡഡ് സ്വകാര്യ പാസഞ്ചർ ട്രെയിൻ സ്പ്രൈറ്റ് തേജസ് എക്സ്പ്രസ്. 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയാണ് സപ്തധാര. 2026 30ാമത് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വേദി ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം. ഇനി എന്താണ് കൃഷി സഖി പദ്ധതി? കാർഷിക മേഖലയിലെ സ്ത്രീ പങ്കാളിത്തം അംഗീകരിക്കാനും കൃഷിയിലെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതിയാണിത്. ഓഗസ്റ്റിൽ റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ രാജ്യം ഇന്തോനേഷ്യ. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് തടയുന്ന സർക്കാരിന്റെ ബില്ല് കോടതി റദ്ദാക്കിയിരുന്നു. ഏത് രാജ്യത്തെയാണിത്? ഫ്രാൻസിലെയാണ്. മാതാപിതാക്കളെ പരിചരിക്കുന്നവർക്ക് കുറച്ചു ദിവസം മാറി നിൽക്കേണ്ടി വന്നാലോ പരസഹായം ആവശ്യമായ ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്നതിനോ വേണ്ടിയുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ പുതിയ പദ്ധതിയാണ് അൻപ് വീട്. സർക്കാർ സംവിധാനങ്ങളുടെ വിവര സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സീഡിറ്റ് ആരംഭിച്ച സൈബർ സെക്യൂരിറ്റി ലാബ് പ്രോഗ്രാമാണ് പരിജ എന്ന് പറയുന്നത്. കനത്ത മഴയെ തുടർന്ന് മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലും ഉണ്ടായ ദിബാംഗ് വാലി എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച സ്പോർട്സ് ടാലന്റ് ഹണ്ട് ഇതൊരു പദ്ധതിയാണ്. കായിക രംഗത്തിൽ വൻ ശക്തിയാക്കുന്നതിന് വേണ്ടി 5 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിലെ പ്രതിഭകളെ കണ്ടെത്തി പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണ് സ്പോർട്സ് ടാലന്റ് ഹണ്ട്.